ഒരു കാലഘട്ടത്തിൽ നായർ നമ്പൂതിരി കുടുംബങ്ങളിൽ 70, 80 വയസ്സായ ആളുകളെ, പുരുഷന്മാർക്ക് 18, 19, 20, 30 വയസ്സുള്ള പെൺകുട്ടികളെ വേളി കഴിച്ചു കൊടുക്കുമായിരുന്നു, കല്യാണം കഴിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ 80, 70, 80 വയസ്സായിട്ടുള്ള പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരീരത്തിൽ കുഴമ്പിടാനും എണ്ണയിടാനും വെറ്റില താമ്പാളത്തിൽ നിന്ന് വെറ്റില എടുത്തു കൊടുക്കാനും വേണമെങ്കിൽ ഭക്ഷണം കൊടുക്കാനും അവരെ വസ്ത്രം കഴുകി കൊടുക്കാനും അത്യാവശ്യം കുളിപ്പിക്കാനും അങ്ങനെ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെയുള്ള ഒരു വേലക്കാരിയുടെ റോളിലേക്ക് ചെറിയ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുമായിരുന്നു. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളവും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത എന്ന് പറയുന്നതും സെക്സ് എന്നൊക്കെ പറയുന്നത് ഒരു ജൈവപരമായ ശാരീരിക ആവശ്യമാണ്. പക്ഷേ അതൊന്നും നിവർത്തിക്കാൻ കഴിയാത്ത പ്രായത്തിൽ, അതിനൊന്നും കഴിയാത്ത, അതെല്ലാം മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നുമൊക്കെ ചിന്ത വിട്ട കാലത്തും പുരുഷന്മാർ ചെറിയ പെൺകുട്ടികളെ കല്യാണം കഴിക്കും. എന്നിട്ട് അന്നൊരു ആചാരമുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല. ഒന്ന്, ഇങ്ങനെ കല്യാണം കഴിക്കുന്ന വീടുകളിലെ നായർ സ്ത്രീകൾക്കും നമ്പൂതിരി സ്ത്രീകൾക്കുമെല്ലാം വർഷത്തിൽ 1-2 ദിവസം ഒരു അവസരം കൊടുക്കുമത്രേ. അവസരമെന്ന് പറഞ്ഞാൽ അവർ വലിയ പറമ്പുകളാണ്, വലിയ വീടുകളാണ്, അവിടെ കുളമുണ്ടായിരിക്കും, ഇല്ലമുണ്ടായിരിക്കും, ഒരുപാട് സംവിധാനങ്ങളുണ്ടായിരിക്കും. അവിടെ നിന്ന് അവർ പുറത്തിറങ്ങി, ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പറമ്പിലേക്ക് പോയാൽ ആ പറമ്പിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് താഴ്ന്ന സമുദായത്തിൽപ്പെട്ട, അന്നത്തെ താഴ്ന്ന സമുദായത്തിൽപ്പെട്ട, പട്ടികജാതി പട്ടികവിഭാഗ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും വിഭാഗം, ഞാൻ പേര് പറയുന്നില്ല, വിഭാഗത്തിലെ ആളുകൾ, പുരുഷന്മാർ ഈ സ്ത്രീകളെ കണ്ടാൽ, ഞാൻ കണ്ടു എന്ന് വിളിച്ചു പറഞ്ഞാൽ അന്നു രാത്രി ആ സ്ത്രീ ആ പുരുഷനുള്ളതാണ്, ആ പുരുഷനോടൊപ്പം താമസിക്കണം, അല്ലെങ്കിൽ പുരുഷന് കിടക്ക പങ്കുവെക്കണം എന്നൊരു ആചാരം ഞാൻ വായിച്ചിട്ടുണ്ട്.